നമസ്കാരം. അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് പാശ്ചാത്യ ലോകം. മനുഷ്യാവകാശത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയും ഒക്കെ ഭാഗമായി ലോകത്തെവിടെയെങ്കിലുമൊക്കെ കലാപമുണ്ടായാൽ, ലോകത്തെവിടെയെങ്കിലുമൊക്കെ മനുഷ്യർ അടിച്ചമർത്തപ്പെട്ടാൽ അവരെ കൈകൊടുത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അസൈലം സീക്കേഴ്സ് അല്ലെങ്കിൽ അഭയാർത്ഥികൾ എന്ന ഒരു പദവിക്ക് തന്നെ പാശ്ചാത്യ ലോകം അംഗീകാരം കൊടുത്തത്. അമേരിക്കയും ഓസ്ട്രേലിയയും യൂറോപ്പും അടങ്ങുന്ന വെള്ളക്കാരുടെ രാജ്യങ്ങൾ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും മനുഷ്യാവകാശങ്ങൾ ചവിട്ടിമെതിക്കുന്ന മനുഷ്യരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. എന്നാൽ ഈ ദയയുടെ പഴുതിലൂടെ അനധികൃതമായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പട്ടിണിയും പരിവട്ടവുമുള്ള മനുഷ്യർ പ്രവഹിച്ചു തുടങ്ങിയതോടെ ഇവരെല്ലാം പ്രതിസന്ധിയിലായി. എങ്ങനെ എത്തിയവർ അവരുടെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി അവിടെ കലാപമുണ്ടാക്കുകയും അവരുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്തതോടെ ഈ രാജ്യങ്ങളിലെ ക്രമസമാധാനം പോലും അവതാളത്തിലായി. ഇങ്ങനെ എത്തിയവർക്ക് പണിതു കൊടുത്ത ആരാധനാലയങ്ങളെ ഇവർ കലാപ കേന്ദ്രങ്ങളുടെ ആസൂത്രണ കേന്ദ്രങ്ങളാക്കി. ഒടുവിൽ വെള്ളക്കാർ കൂട്ടത്തോടുകൂടി ഉണർന്നു. അവിടെയും ഇവിടെയുമൊക്കെ ഒറ്റപ്പെട്ട ശബ്ദമുണ്ടായപ്പോൾ വംശഹത്യ, വംശവെറി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ വോക്കിസ്റ്റ് മാധ്യമങ്ങൾ കുടപിടിച്ചെങ്കിലും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ശക്തിപ്പെടുകയും മിക്ക പാശ്ചാത്യ രാജ്യങ്ങളിലും അത്തരം നിലപാടുള്ളവർ അധികാരത്തിലെത്തുകയും ചെയ്തു. ട്രംപ് എന്ന വലത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതാവ് കുടിയേറ്റക്കാരോട് ഒരു ദയയും കാണിക്കാതെ അവരെ കൈകാലുകൾ ബന്ധിപ്പിച്ച് പ്രത്യേക വിമാനത്തിൽ നാട് കടത്താൻ തുടങ്ങി. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വലതുവംശീയ പാർട്ടികൾ ശക്തിപ്പെടുകയും അധികാരത്തിലെത്തുകയോ അധികാരത്തിൻ്റെ പരിസര പ്രദേശത്തെത്തുകയോ ചെയ്തു. ഇതോടുകൂടി പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് കണ്ണു തുറക്കുകയും അവർ നിലപാട് തിരുത്താൻ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം അനധികൃത കുടിയേറ്റം കൊണ്ട് പൊറുതിമുട്ടിയ സ്വസ്ഥ ജീവിതം നഷ്ടപ്പെട്ട ഒരു ജനതയാണ് ബ്രിട്ടൻ. ചുറ്റിനും കടൽ മാത്രമുള്ള ആ രാജ്യത്തേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ്. ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്ത് വീട്ടുവേലയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചവരാണ് ബ്രിട്ടനിലെ ആദ്യകാല കുടിയേറ്റക്കാർ. അതിനു മുമ്പ് റോമക്കാരും ജർമ്മൻകാരും ഐറിഷുകാരും ഹംഗറിക്കാരും ഒക്കെ കുടിയേറ്റക്കാരായിരുന്നെങ്കിലും വെള്ളക്കാരല്ലാത്തൊരു ജനതയെ ബ്രിട്ടൻ സ്വീകരിച്ചത് കോളനി വാഴ്ചക്കാലത്താണ്. ഇന്ന് വെള്ളക്കാരല്ലാത്തവർ ഭൂരിപക്ഷമുള്ള അനേകം നഗരങ്ങൾ ബ്രിട്ടനിലുണ്ട്. ലണ്ടൻ അടക്കമുള്ള പല നഗരങ്ങളിലെയും പല ഭാഗങ്ങളിലും വെള്ളക്കാർക്ക് അപ്രഖ്യാപിത വിലക്ക് പോലുമുണ്ട് എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ പൂച്ചയ്ക്കാരും മണികെട്ടും എന്ന ചോദ്യം ബാക്കിയായി. ആരെങ്കിലും മണികെട്ടാൻ ഇറങ്ങിയാൽ അവർ വംശവെറിയുടെ പ്രതീകങ്ങളെ ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾക്ക് അതിനുള്ള ധൈര്യമുണ്ടായില്ല. ആദ്യമായി അതിൻ്റെ ഇച്ഛാശക്തി കാണിക്കുന്നത് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് എന്ന കുടിയേറ്റക്കാരൻ തന്നെ അധികാരത്തിലെത്തിയപ്പോഴാണ്. ഒരു കുടിയേറ്റക്കാരൻ തന്നെ ആയതുകൊണ്ട് വംശവെറി എന്ന ദുഷ്പേരുണ്ടാവില്ല എന്ന് ഋഷി സുനക് കരുതി. മാത്രമല്ല, അനധികൃത കുടിയേറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ നിയമപരമായി എത്തുന്നവരും അവരുടെ പിന്തുടർച്ചക്കാരുമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടനിൽ കുടിയേറി അവിടെ ജനിച്ച് ബ്രിട്ടീഷുകാരായി ജീവിക്കുന്ന ഋഷി സുനക്കിനെ പോലുള്ളവർ പോലും വെള്ളക്കാരുടെ ഈ പ്രതിരോധത്തിന്റെ ഇരകളായി. ഈ പശ്ചാത്തലത്തിലാണ് ഋഷി സുനക് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അനധികൃതമായി ബ്രിട്ടനിൽ എത്തുന്നവരെ മുഴുവൻ അപ്പോൾ തന്നെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് കൊണ്ടുപോവുക. അവിടെ അവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും വിദ്യാഭ്യാസവും ജോലി ചെയ്യാൻ അവസരവും ഒക്കെ ബ്രിട്ടന്റെ ചെലവിൽ കൊടുക്കുക. എന്നിട്ട് അവരുടെ കേസ് ഇവിടെ കൈകാര്യം ചെയ്ത് അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കാൻ നിയമപരമായി അനുമതി കിട്ടിയാൽ മാത്രം അവരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുക എന്നതായിരുന്നു ഋഷി സുനകിന്റെ റുവാണ്ടൻ പ്ലാൻ. എന്നാൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അടക്കം അതിന് തോർപ്പിട വെച്ചു. ഒടുവിൽ കോടതിയും കൈവിട്ടതോടെ ഋഷി സുനകിന് ഭരണം പോലും നഷ്ടപ്പെടേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നു. ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ കുടിയേറ്റക്കാരോട് താല്പര്യമുള്ള പ്രസ്ഥാനമാണ് ലേബർ പാർട്ടി. പക്ഷേ ബ്രിട്ടീഷ് ജനതയുടെ പ്രതിരോധവും പ്രതിഷേധവും ലേബർ പാർട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. കുടിയേറ്റ പാരമ്പര്യമുള്ള കെമി ബാർഡനൊക്കെ പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവുകളുടെ നേതാവായി വന്നിട്ടും അവർ അനധികൃത കുടിയേറ്റത്തെ നിയന്ത്രിക്കാൻ ശക്തമായ നിലപാടെടുക്കാൻ തുടങ്ങിയതോടെ ലേബർ പാർട്ടിക്കും നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. പക്ഷേ അവരുടെ നിലപാടൊന്നും ശക്തമായില്ല. കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തമാവുകയും ബ്രിട്ടനിൽ അങ്ങോളം ഇങ്ങോളം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. പ്രതിഷേധത്തോടുകൂടി പലയിടങ്ങളിലും വെള്ളക്കാർ തെരുവിലിറങ്ങുകയും കുടിയേറ്റക്കാരുമായി ഏറ്റുമുട്ടുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് നൈജൽ ഫരാജ് എന്ന പൊതുപ്രവർത്തകൻ തുടങ്ങിയ റിഫോം UK എന്ന വലതുവംശീയ രാഷ്ട്രീയ പാർട്ടി വേരുകൾ ആഴത്തിൽ ആഴ്ത്തി വളർന്നു. ലോക്കൽ കൗൺസിൽ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ റിഫോം UK വിജയത്തേരിലേറി. ഏറ്റവും ഒടുവിൽ വരുന്ന എല്ലാ അഭിപ്രായ സർവേകളിലും റിഫോം UK ബഹുദൂരം മുന്നിലാണ്. റിഫോമിന് കിട്ടുന്ന പിന്തുണയുടെ പകുതി പോലും ഭരിക്കുന്ന പാർട്ടിയായ ലേബർ പാർട്ടിക്കില്ല എന്നത് എല്ലാവരെയും ഞെട്ടിച്ചു. ഒടുവിൽ 2 മാസം മുമ്പ് ബ്രിട്ടൻ ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ
ഹോം സെക്രട്ടറിയെ മാറ്റി നിയോഗിച്ചു. ബ്രിട്ടനിലെ ഹോം സെക്രട്ടറി നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ്. ഹോം സെക്രട്ടറിയായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നിയമിച്ചത് പാക് വംശജയായ ഷബാന മഹ്മൂദിനെയാണ്. ഷബാന മഹ്മൂദിനെ നിയോഗിച്ചതോടെ വലത് വംശീയ വെറിയന്മാർ കൂടുതൽ ആവേശഭരിതരായി. എന്നാൽ കീർ സ്റ്റാർമറുടെ കൃത്യമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഷബാനയുടെ നിയമനം. ഷബാനയുടെ പിതാവും മാതാവും പാക് അധിനിവേശ കശ്മീരിൽ നിന്നും ബ്രിട്ടനിലേക്ക് കുടിയേറിയവരാണ്. എന്നാൽ ബ്രിട്ടനിൽ ജനിച്ച് ഓക്സ്ഫോർഡിൽ പഠിച്ച് നിയമം പഠിച്ച് ബാരിസ്റ്ററായി പ്രവർത്തിക്കുന്നതിനിടയിൽ 30ാമത്തെ വയസ്സിൽ ബർമിംഗ്ഹാമിലെ MP ആയി 2010 ചുമതലയേറ്റ ഷബാന എക്കാലത്തും ബ്ലൂ ലേബറിന്റെ പ്രതിനിധിയായിരുന്നു. എന്ന് വെച്ചാൽ തീവ്ര ഇടത് ലെഫ്റ്റ് വോക്കിസ്റ്റ് രാഷ്ട്രീയത്തെ എതിർത്ത് എന്നാൽ ലേബറിന്റെ രാഷ്ട്രീയം നെഞ്ചിലേറ്റിയ നേതാവാണ് ഷബാന. ജെറമി കോർബിൻ എന്ന തീവ്ര ഇടതുപക്ഷക്കാരൻ ലേബർ പാർട്ടിയുടെ നേതാവായപ്പോൾ പദവികളെല്ലാം രാജിവെച്ച് മാറി നിന്ന ആളുകൂടിയാണ് ഷബാന. ഷബാനയുടെ ഈ നിലപാട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കീർ സ്റ്റാർമർ ഷബാനയെ ബ്രിട്ടന്റെ പുതിയ ഹോം സെക്രട്ടറിയായി 2 മാസം മുമ്പ് സെപ്റ്റംബറിൽ നിയോഗിക്കുന്നത്. 2 മാസം കൊണ്ട് ബ്രിട്ടനെ രക്ഷിച്ചെടുക്കാനുള്ള ബ്ലൂ പ്രിന്റുമായി ഷബാന രംഗത്ത് വന്നിരിക്കുന്നു. ഷബാനയുടെ ബ്ലൂ പ്രിന്റ് ഇന്നലെ ഹൗസ് ഓഫ് കോമൺസിൽ അവതരിപ്പിച്ചതോടെ ഷബാനയുടെ തലയെടുക്കാൻ ഒരുമിക്കുകയാണ് ലെഫ്റ്റ് ലിബറൽ വോക്കിസ്റ്റ് രാഷ്ട്രീയക്കാർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ പിറ്റേ ദിവസം മുതൽ എങ്ങനെയാണ് അനധികൃത കുടിയേറ്റത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് എന്ന് നോക്കി പഠിക്കാനുള്ള ധൈര്യം യൂറോപ്പിലെ ഒരു രാജ്യത്തിനുമില്ല. അല്പം മര്യാദയൊക്കെ പാലിച്ചുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ ഡെൻമാർക്ക് എന്ന രാജ്യം പ്രഖ്യാപിച്ച നിലപാടുകൾ തന്നെ ഷബാന മഹ്മൂദ് ബ്രിട്ടനിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇന്നലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച കരടുരേഖ അനുസരിച്ച് ഒരുത്തനും ഇനി അനധികൃതമായി ബ്രിട്ടനിലേക്ക് എത്തിയാൽ രക്ഷപ്പെടുകയില്ല. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എങ്ങനെയെങ്കിലും ബ്രിട്ടനിൽ ഒരാൾ എത്തിച്ചേർന്നാൽ അവൻ അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷ കൊടുത്താൽ പിന്നെ അവന് കുശാലാണ്. അവന് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത, താമസം കൊടുക്കേണ്ട ബാധ്യത, അവൻ്റെ പിള്ളേരെ പഠിപ്പിക്കേണ്ട ബാധ്യതയൊക്കെ സർക്കാരിൻ്റെതാണ്. 5 നക്ഷത്ര ഹോട്ടലുകൾ വാടകയ്ക്കെടുത്ത് ഖജനാവിലെ പണം മുടക്കി അധ്വാനിക്കുന്ന മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ ഈ അഭയാർത്ഥികളെ തീറ്റിപ്പോറ്റേണ്ട ഗതികേടാണ് ബ്രിട്ടനുള്ളത്. അവരാവട്ടെ പുറത്തിറങ്ങി പിടിച്ചുപറിയും ബലാത്സംഗവും വരെ ചെയ്ത് ജീവിതം ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ ഏതു നിയമം കൊണ്ടുവന്നാലും ലെഫ്റ്റിസ്റ്റുകൾ അതിനെ ചെറുത്തു തോൽപ്പിക്കും. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് കട്ടയ്ക്ക് പുതിയ നിയമപ്രഖ്യാപനമായി ഷബാന മഹ്മൂദ് എത്തിയത്. ഹൗസ് ഓഫ് കോമൺസിൽ ഇന്നലെ ഷബാനയുടെ പെർഫോമൻസ് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. അനധികൃത കുടിയേറ്റക്കാർ ഇവിടെ എത്തുന്നവരുടെ കയ്യിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ ഉണ്ടെങ്കിൽ അതങ്ങ് പിടിച്ചെടുക്കും എന്നാണ് ആദ്യത്തെ പ്രഖ്യാപനം. എന്ന് വെച്ചാൽ ആഭരണങ്ങളും വിലപിടിപ്പേറിയ സാധനങ്ങളുമൊക്കെയായി നിയമവിരുദ്ധമായി ഇങ്ങോട്ട് എത്തുന്നവർക്ക് അത് നഷ്ടപ്പെടും. അത് അവരുടെ ചെലവിന് വേണ്ടി സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറയുന്നു. അവരെ പാർപ്പിക്കുന്നത് 5 നക്ഷത്ര ഹോട്ടലുകളിലാവില്ല, സാധാരണ താമസ സ്ഥലങ്ങളിലായിരിക്കും. അവരുടെ കേസ് വേഗത്തിൽ തീർക്കാൻ വേണ്ടി ഇപ്പോഴുള്ള ഇമിഗ്രേഷൻ ട്രിബ്യൂണലുകൾ പിരിച്ചുവിടും. നിലവിലുള്ള ഇമിഗ്രേഷൻ ട്രിബ്യൂണലുകൾ കാലതാമസം എടുക്കുന്നു എന്ന് മാത്രമല്ല അവിടെ ഇരിക്കുന്ന വോക്കിസ്റ്റ് ജഡ്ജിമാർ എത്തുന്ന സകലരെയും സംരക്ഷിക്കാൻ നിലപാടെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ സംവിധാനം പിരിച്ചുവിട്ട് ഹോം ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു അഡ്ജൂഡിക്കേറ്റർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ കൃത്യമായ നിയമം കൊണ്ടുവന്ന് ആ നിയമത്തിന് പരിധിക്കുള്ളിൽ വരുന്നവരെ മാത്രം പരിഗണിക്കുന്ന സാഹചര്യം. അഭയം കൊടുക്കുക എന്നതിനർത്ഥം ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു വ്യക്തി ആ രാജ്യത്തെ ഭരണകൂടത്താൽ ഭരണാധികാരികളാൽ അവൻ്റെ നിലപാടിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പുറത്ത് വേട്ടയാടപ്പെടുന്നെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ളതാണ്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയെങ്കിലും കള്ളവണ്ടി കയറി ഒരാൾ എത്തി എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കാതെ അവർക്ക് അഭയം കൊടുക്കുന്നതാണ്. ആ സംവിധാനം പൊളിച്ചെഴുതുകയും ഒരാൾ അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷിച്ചാൽ അയാൾ ഭരണകൂടത്താൽ വേട്ടയാടപ്പെട്ടവനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് നിയമം മാറുന്നു. അല്ലാതെയുള്ള ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി വന്നാൽ അവനെ സംരക്ഷിക്കേണ്ടതില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ആഭ്യന്തര കലാപം ഉണ്ടാകുമ്പോഴോ അല്ലാത്തപ്പോഴോ അവിടെ നിന്ന് കള്ളവണ്ടി കയറി എത്തുന്നവർക്കൊക്കെ അഭയം നൽകുന്ന സംവിധാനമാണ് ഇപ്പോഴുള്ളത്. പണം കൈപ്പറ്റിക്കൊണ്ട് ഇത്തരക്കാരെ അതിർത്തി കടത്തി ബ്രിട്ടനിൽ എത്തിക്കുന്ന മാഫിയ സംഘങ്ങൾ സജീവമാണ്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും മാഫിയ സംഘത്തിന്റെ ഭാഗമായി എത്തിയാൽ അവർക്ക് അഭയം കൊടുക്കണ്ട എന്നതാണ് ഇപ്പോഴത്തെ പുതിയ നയമാറ്റം. അങ്ങനെ എത്തുന്നവരുടെ കേസുകൾ പരിഗണിച്ച് അപ്പോൾ തന്നെ അവരുടെ വിസാപേക്ഷ നിരസിക്കും. നിലവിലുള്ള സംവിധാനം അനുസരിച്ച് അഭയാർത്ഥി അപേക്ഷയിൽ തീരുമാനമാകുന്നത് വരെ ഇഷ്ടമുള്ളിടത്ത് താമസിക്കാം. അതുകൊണ്ട് തന്നെ അഭയാർത്ഥി വിസ നിരസിച്ചാൽ അവർ മുങ്ങും. എന്നാൽ അങ്ങനെ പോവാതെ അവരെ കൃത്യമായി ട്രാക്ക് ചെയ്ത് അഭയാർത്ഥി അപേക്ഷ നിരസിക്കുമ്പോൾ അപ്പോൾ തന്നെ നാട് കടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രപ്പോസലിലുള്ളത്. സ്വമേധയാ നാട് വിട്ടു പോകുന്നവർക്ക് 3000 പൗണ്ട് പ്രതിഫലമായി കൊടുക്കാമെന്നും ഹോം ഓഫീസ് പറയുന്നു. 3000 എന്നത് ഒരുപക്ഷെ കൂടിയെന്ന് വരാം. അങ്ങനെ പോകാൻ മനസ്സുള്ളവർക്ക് 3000 പൗണ്ട് അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപ തന്നുവിടും.
അല്ലാത്തവരെ നിർബന്ധിച്ച് നാട് കടത്തും. ഇവർക്കാർക്കും ഒരാനുകൂല്യവും കൊടുക്കില്ല. 1-2 വർഷം വീതം പുതുക്കി കൊടുക്കുന്ന വിസയായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ 20 വർഷം അവർ ഇവിടെ ജോലി ചെയ്താൽ മാത്രമേ പെർമനന്റ് റെസിഡൻസ് കൊടുക്കൂ. ഇപ്പോൾ ഒരാളുടെ അഭയാർത്ഥി അപേക്ഷയിൽ തീരുമാനമായാൽ അപ്പോൾ തന്നെ പെർമനന്റ് റെസിഡൻസ് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടാവും. എന്നാൽ 20 വർഷം അവർ പണിയെടുത്ത് നികുതി അടച്ച് ജീവിച്ചാൽ മാത്രമേ പെർമനന്റ് റെസിഡൻസ് കൊടുക്കാവൂ എന്നതാണ് പുതിയ പ്രപ്പോസൽ. എന്ന് മാത്രമല്ല, അഭയാർത്ഥികൾക്ക് പെർമനന്റ് റെസിഡൻസ് കിട്ടുന്നത് വരെ അവരുടെ ബന്ധുക്കളെ കൊണ്ടുവരാൻ അനുമതിയുമില്ല. ഇങ്ങനെ അതികർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമായാണ് പുതിയ നിയമവുമായി ഷബാന മഹ്മൂദ് ഇന്നലെ ഹൗസ് ഓഫ് കോമൺസിൽ അവതരിപ്പിച്ചത്. എന്നാൽ ലേബർ പാർട്ടിയിലെ തന്നെ വോക്കിസ്റ്റുകൾ ഇതിനെതിരെ രംഗത്ത് വന്നു. ഷബാനയെ മാത്രമല്ല, പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെയും തെറിപ്പിക്കും എന്ന വാശിയിൽ അവർ ബഹളം വെച്ചു തുടങ്ങി. ലേബർ പാർട്ടിയിലെ ചില നേതാക്കളും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കളും ഒക്കെ പറഞ്ഞു, കുടിയേറ്റത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കരുത്, ഇവിടെ ഞങ്ങൾക്ക് സ്വസ്ഥമായി നടക്കണം. പൊട്ടിത്തെറിച്ചുകൊണ്ട് ഷബാന രംഗത്തിറങ്ങി. ബ്രിട്ടീഷുകാരുടെ സാധാരണ ഭാഷയിൽ നിരന്തരം ഉപയോഗിക്കുന്നതും എന്നാൽ ഔദ്യോഗികമായി ഒരിക്കലും ഉപയോഗിക്കാത്തതുമായ എഫ് വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഷബാന പറഞ്ഞു, ബ്രിട്ടീഷ് തെരുവിലൂടെ നടക്കുമ്പോൾ എഫ് പാക്കി എന്ന് വിളിക്കുന്നതിന് ഇരയാകുന്നത് ഞാനാണ്, നിങ്ങളല്ല. നിങ്ങളാരും അങ്ങനെ ഒരു വാക്ക് കേൾക്കില്ല. എഫ് പാക്കി, നാട്ടിലേക്ക് പോകൂ എന്ന് അനേകം പേർ എന്നെ നോക്കി വിളിക്കുന്നത് നേരിട്ട് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് പറയുന്നു, ഇവിടെ വല്ലാത്തൊരു വിഭജനമുണ്ട്. ആ വിഭജനം പരിഹരിക്കണമെങ്കിൽ കൈയും കെട്ടി കണ്ണുമടച്ചിരുന്നാൽ പോരാ. നേരെ മറിച്ച് അനധികൃതമായി ഇവിടെ എത്തുന്ന, ഇവിടെ ജീവിക്കാനും ജോലി ചെയ്യാനും അർഹതയില്ലാത്ത, ഇവിടുത്തെ നികുതി പണം കൊണ്ട് തടിച്ചു കൊടുത്തവരൊക്കെ നാട് കടത്തണം. അതിനുവേണ്ടിയാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനടക്കമുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ നിയമവിരുദ്ധമായി ഇവിടെ ആരും ഉണ്ടാവരുത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഷബാനയുടെ വാക്കുകൾ കേട്ട അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഞെട്ടിപ്പോയി. പ്രതിപക്ഷ നേതാവ് കെമി ബാർഡനോക്ക് നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ലേബർ പാർട്ടിയിൽ പിന്തുണ കുറഞ്ഞാലും പ്രതിപക്ഷത്തു നിന്ന് പിന്തുണ കിട്ടി ഈ നിയമം പാസ്സാക്കിയെടുക്കാം എന്നാണ് ലേബർ സർക്കാരിന്റെ പ്രതീക്ഷ. റിഫോം യുകെയോട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണെങ്കിലും ബ്രിട്ടനെ രക്ഷിക്കാനുള്ള ആദ്യത്തെ രക്ഷാപ്രവർത്തനമായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. എന്നാൽ ഇതിനെ കോടതികൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് ഒരാശങ്ക തന്നെയാണ്. ബ്രിട്ടൻ രക്ഷപ്പെടാനുള്ള അവസാനത്തെ ഔഷധമാണ് ഷബാന മഹ്മൂദ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്രിട്ടനിലെ സകല മനുഷ്യരും, വെള്ളക്കാർ മാത്രമല്ല നിയമപരമായി കുടിയേറിയവരും വരെ കൈയടിക്കുകയാണ്, പിന്തുണയ്ക്കുകയാണ് ഷബാന മഹ്മൂദിന്റെ നിയമമാറ്റ പ്രപ്പോസലിനെ.